സോഹ സോഹ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നേ. ഞാനേ എന്റെ അച്ഛൻ്റെ പറ്റാവുന്നത്ര പൈസ അടിച്ചു മാറ്റി. പിന്നെ എന്റെ 24 വർഷത്തെ സമ്പാദ്യം മൊത്തം ഇതിലുണ്ട്. അമ്മ നിലവിളക്കം കിടക്കൂ. ഇതെന്തോ 100 രൂപ? അത് ഞാനേ 100 രൂപ എടുക്കാൻ നേരത്തെ അച്ഛൻ വന്ന്. എപ്പം 100 രൂപ എടുക്കാൻ നോക്കിയാലും അച്ഛൻ അപ്പോഴേ വരും. ഭയങ്കര ടൈമിങ്. എനിക്ക് തോന്നുന്നു ഈ 100 രൂപ എനിക്ക് വേണ്ടിട്ട് അച്ഛൻ മാറ്റി വെച്ചാണെന്ന്. ഇതാണോ നിന്റെ 24 വർഷത്തെ സമ്പാദ്യം? ന്യൂസ് പേപ്പർ നോക്കി നോക്ക് സോഹ. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ജീവിതം. ഞാനും എന്റെ സോഹനും കൊറേ കുമ്പളകൾക്കിടയില്. തുണിയൊന്നും പേടിക്കണ്ട, ഞാൻ തുണി ഒന്നും എടുത്തിട്ടില്ല. അതാ എന്റെ പേടി. ഇതെല്ലാം ഞാൻ പേടിച്ചേരേണ്ടി വരുമല്ലേ മോളെ. ഇതൊന്നും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഉത്സവത്തിന്റെ സൈഡിൽ സ്റ്റാൾ ഇടാനേ പറ്റത്തുള്ളൂ. മോളെ ഇതൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ കൊച്ചുങ്ങളൊന്നും ഇല്ല. സാധാരണ കുക്കർ മിക്സിയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇപ്പൊ കളിപ്പാട്ടം കൊണ്ടുവരാൻ തുടങ്ങി. അമ്മ ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന തലയ്ക്ക് സുഖമില്ലാത്ത കൊച്ച്. നമസ്കാരം അമ്മേ. അമ്മ പിച്ചാത്തി ഉണ്ടാ? എന്തിന് ഈ പൈസ വാങ്ങിയൊന്ന് കണ്ടിച്ചു തരുമോ? പൈത്ത മാങ്ങ ഇതിനൊക്കെ വിളിച്ചോണ്ട് പോടാ ഇവിടെ. അങ്ങനെ എന്നെ പറഞ്ഞു വിടാനൊന്നും നോക്കണ്ട. എനിക്ക് സോഹന ഇപ്പൊ ഒരു കൊച്ചുണ്ട്. ചുമ്മാതമ്മ ഇന്നലെയും കൂടെ അമ്മേനെ കാലെടുത്ത് തൂർച്ചല്ലേ ഉള്ളു. ഓ 2 കൂടെ കുടുംബത്തിന്റെ ചരിത്രം നശിപ്പിച്ച്. അതെന്റെ തന്ത പണ്ടേ നശിപ്പിച്ചതാ. ഈ പേര് നോട്ടിക്കായി കണ്ട, ഇതാ ഞങ്ങളുടെ ഡുങ്കിളി മോള്. അവളെ ഒരു അയ്യോ എന്റെ ഡുങ്കിളി മോളെ. നിങ്ങളുടെ തള്ളയാണോ തള്ള? 3 ദിവസം ഒരു കൊച്ചിനാണ് ഇങ്ങനെ എടുത്തറിയുന്നത്. എന്തോ മോളെ ഇവന്. സാധാരണ ഒരു കാമുകിക്ക് എന്തൊക്കെയാ മേടിച്ചു കൊടുക്കുന്ന? ഐഫോൺ, വാച്ച്. എനിക്ക് എന്തൊക്കെയാന്നാ മേടിച്ചു തരുന്നത്? ഉരുട്ടി കളിക്കണ കാറ്, കുമ്മള, റൂമ് ചാലേ അമ്മയുടെ മോനായോണ്ട് പറയുമല്ലേ. ഈ അലവലാതിയുടെ അടുത്ത് ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോ അവ എന്തോ പറഞ്ഞാ ബാലവേല നിരോധിച്ചെന്ന്. ഈ മെച്യൂരിറ്റി ഇല്ലാത്തവൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അമ്മ ഇവനെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വിടും. ഷോക്ക് അടിപ്പിച്ച ഒരു വേദന ഉണ്ടാവില്ല. പുതിയ ടെക്നോളജി ഒക്കെ വന്ന് RTMS ഒക്കെ പോലെ അറിയില്ല. ഒരു 10 രൂപയുടെ വണ്ടി ഉരുട്ടി കളിച്ചാണോ നീ എന്നെ ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടുവന്ന്?